Hi guys, welcome to EduPod and welcome to Interesting Integrals. നമ്മൾ വളരെ അടിപൊളിയായിട്ട് ഇൻ്റഗ്രൽസ് പഠിച്ചു വരികയാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അതിൻ്റെ ഓരോ ടൈപ്പ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു. ആൻഡ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. നിങ്ങൾക്ക് ഇവിടെ വരാൻ പോകുന്ന പ്രോബ്ലംസ് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് ആയിരിക്കും. അതിന് മുമ്പ് ഞാൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്താണെന്ന് പറഞ്ഞു തരാം. എന്നിട്ട് ഞാൻ ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിനെ പറ്റി ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ തരാം. സോ നിങ്ങൾ സാധാരണ നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും, ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടാവും. ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അത് ഉണ്ടാവില്ല. ആൻഡ് വളരെ സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നോക്കിക്കോ, എൻ്റെ കയ്യിലൊരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് എക്സ്. ഈ ഫംഗ്ഷനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേറൊരു ഫംഗ്ഷനെ കിട്ടുക. അത് ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും പ്ലസ് സി. ഇതായിരുന്നു എന്ത്, ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ ഡെഫിനിറ്റ് ഇൻ്റഗ്രലും ഇൻഡെഫിനിറ്റും തമ്മിലുള്ള വ്യത്യാസം? ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഇതേ ഫംഗ്ഷൻ നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എഫ് ഓഫ് എക്സ് ഡി എക്സ്, ആൻസർ നിങ്ങൾക്ക് കിട്ടുക എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും. അതിലും ഡൗട്ടൊന്നുമില്ല. സോ ശ്രദ്ധിച്ച്, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ ഇവിടെ ഒരു ലോവർ ലിമിറ്റും ഇവിടെ ഒരു അപ്പർ ലിമിറ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതിൽ നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ വാല്യൂവിന് ലോവർ ലിമിറ്റ് വാല്യൂവും അപ്പർ ലിമിറ്റ് വാല്യൂവും കൊടുക്കും. എന്നിട്ട് ഇവിടെ എക്സിന് പകരം, ഈ കിട്ടിയ ആൻസറിൽ എക്സിന് പകരം അപ്പർ ലിമിറ്റ് വാല്യൂ കൊടുക്കുക ആദ്യം, മൈനസ്, എന്നിട്ട് എന്ത് ചെയ്യുക, ലോവർ ലിമിറ്റ് വാല്യൂവും കൊടുക്കുക. അപ്പോൾ ദാ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ, വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിച്ചോ, നോക്കിക്കേ. എക്സാമ്പിൾ, നമ്മൾ സാധാരണ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുക? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു എൻ പ്ലസ് വൺ, എക്സ് റേസ് ടു 1 + 1/1 + 1. ദ ആൻസർ ഈസ് x²/2. ശരിയല്ലേ? പ്ലസ് സി. ഇതാണ് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇത് ഇൻഡെഫിനിറ്റ്, ഇത് ഡെഫിനിറ്റ്. കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണേ. ഇൻഡെഫിനിറ്റ് ആണ് ഇവിടെ നമ്മൾ എഴുതിയത്. ആൻഡ് രണ്ടാമത് എഴുതിയ ഇതെന്ന് പറയുന്നത് ഡെഫിനിറ്റ്. അപ്പോൾ ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ വെറുതെ ഒരു ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിക്കേ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എക്സ് ഡി എക്സ്, ഞാനിവിടെ ഒരു 1ഉം 2ഉം കൊടുത്തു. അങ്ങനെയാണ് നിങ്ങൾ ആൻസർ നോക്കിക്കേ. ആൻസർ എനിക്ക് കിട്ടിയ x²/2 ആ. പക്ഷേ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ അവിടെ നിങ്ങൾ ഒരിക്കലും എന്തിട്ട് കൊടുക്കണ്ട, സി എന്ന് പറയുന്ന ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യേണ്ട. പകരം നിങ്ങളിതാ നിങ്ങളുടെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്താൽ മതി, 1, 2. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് എക്സിന് പകരം നിങ്ങളുടെ ഈ അപ്പർ ആയിട്ടുള്ള ഈ 2 കൊടുക്കുക. അപ്പോൾ 2 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ വരിക 2²/2 മൈനസ് അടുത്തത് എക്സിന് പകരം 1 കൊടുക്കുക, 1²/2. സോ 4/2 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2 വരും, മൈനസ് 1²/2 എന്ന് പറഞ്ഞാൽ 1/2. അപ്പോൾ 2 - 1/2, 4 - 1 3. അപ്പോൾ ആൻസർ ഈസ് 3/2. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരിക. സിമ്പിളായുള്ള കാര്യമാണ്, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. റെഡി ആണല്ലോ? ഇനി നമുക്ക് ഇതിൽ വരാൻ പോകുന്ന മെയിനായുള്ള പ്രോബ്ലംസ് നോക്കാം. എന്താ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നിങ്ങൾ ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇൻഡെഫിനിറ്റിൽ വരും. ഒരു ലിമിറ്റിൻ്റെ മാറ്റം മാത്രമേ ഉണ്ടാവും. ആൻഡ് പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ടൈപ്പ് പ്രോബ്ലംസ് ഇവിടെയൊക്കെ കണ്ടോ, ഈ ടൈപ്പ് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ, അതായത് ഇതല്ല, ഈ 3 ഈ 3 ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് അതൊക്കെ ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ ടി എന്ന് പറഞ്ഞൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറ്റേണ്ടി വരും. ആ ഒരു കേസ് നമുക്ക് അവിടെ എത്തുമ്പോൾ പറയാം, കൃത്യമായിട്ട് പറയാം. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ്, ഫൈൻഡ് ഇൻ്റഗ്രൽ -1 to 1 x + 1 dx. അപ്പോൾ നോക്കി ആൻസർ എന്താ, -1 to 1 x + 1 dx. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ x²/2 പ്ലസ് 1ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്ത് -1 to 1. ശരിയല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഈ 1 കൊടുക്കുക, അപ്പർ മുകളിലുള്ളത് കൊടുക്കുക. അപ്പോൾ അതായത് 1²/2 + 1. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ എന്ത് കൊടുക്കണം, ഈ അപ്പർ ലിമിറ്റ് കൊടുക്കണം. സിമ്പിളായുള്ള കാര്യം. ഇനിതാ ഈ -1 എക്സിന് പകരം കൊടുക്കുക ലോവർ ലിമിറ്റ്. അപ്പോൾ -1²/2 + -1 വരും. അപ്പോൾ ആൻസർ എന്താ നോക്കാം. 1/2 + 1 എന്നല്ല ഇത് വരിക, 1/2 + 1 മൈനസ് ഇവിടെ എന്താ വരിക, ഇത് 1/2 ആണ്, ഇത് -1. അപ്പോൾ അതാ 1/2 - 1 എന്ന് വന്നു. ഈ മൈനസ് ഇട്ട് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തോ, 1/2 + 1 -1/2 + 1. മൈനസും മൈനസും പ്ലസ് ആയി. സോ ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ ക്യാൻസൽ ചെയ്തോ. ഈ 1/2 ഈ 1/2 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ. 1/2 - 1/2 ക്യാൻസൽ. സോ 1 + 1 എന്ന് പറഞ്ഞിട്ട് ആൻസർ എന്താ, 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2. സിമ്പിൾ ആണല്ലോ, ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടുക ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതെപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2 to 3 ഇൻ്റഗ്രൽ 1/x dx. ഇൻ്റഗ്രൽ 1/x dx എന്തായിരുന്നു ആൻസർ? ലോഗ് മോഡ് എക്സ് അല്ലേ? അറിയാവുന്ന കാര്യമാണ്, ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ഇത് നമ്മൾ പഠിച്ചതാ. പക്ഷേ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ എന്ത് വേണ്ട, നമുക്ക് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് വേണ്ട. സോ 2 to 3 1/x dx ആണെങ്കിൽ ആൻസർസ് ആർ ലോഗ് മോഡ് എക്സ്.
ആൻഡ് നിങ്ങളുടെ ലിമിറ്റ് കൊടുക്കുക 2 to 3. ഇനി നിങ്ങൾ ഇതിൽ എക്സിന് പകരം ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ലോഗ് മോഡ് 3 മൈനസ് ലോഗ് മോഡ് 2. ലോഗ് മോഡ് 3 എന്ന് പറഞ്ഞാൽ എന്താ 3 എന്നല്ലേ, മോഡ് 2 എന്ന് പറഞ്ഞാൽ എന്താ 2 എന്നല്ലേ. ഇനി നിങ്ങൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോഗ് എ മൈനസ് ലോഗ് ബി ആണെങ്കിൽ ആൻസർ ഈസ് ലോഗ് എ ബൈ ബി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വെച്ചൊന്ന് നമുക്ക് മാറ്റി ചെയ്താലോ. സോ നോക്കിക്കേ, ലോഗ് മോഡ് 3 എന്ന് പറഞ്ഞാൽ 3 തന്നെ, ലോഗ് മോഡ് 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. സോ ആൻസർ വരിക ലോഗ് എ ബൈ ബി, അതായത് ലോഗ് 3/2. സിമ്പിളായുള്ള കാര്യമാണ്, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടില്ല. ആൻസർ ഈസ് ലോഗ് 3/2. റെഡി? ഓക്കെ ആണല്ലോ, സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ. അടുത്ത നോക്കാം. 0 to π/2 cos 2x dx. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. cos 2x dx. എടാ cos 2xന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ഇൻ്റഗ്രൽ cos 2x. cos 2xന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാർ sin 2x അല്ലേ? അതെ, ഡിവൈഡഡ് ബൈ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 2 വന്നില്ലേ, അപ്പോൾ 2 ഇട്ട് കൊടുക്കണം പ്ലസ് സി. ഇതായിരുന്നു അതിൻ്റെ റിസൾട്ട്, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിനൊന്ന് മാറ്റി എഴുതിക്കേ. ഇൻ്റഗ്രൽ 0 to π/2 cos 2x dx ഈക്വൽ ടു ആൻസർ എന്താണെന്ന് പറഞ്ഞത്? sin 2x/2. sin 2x/2 നിങ്ങളുടെ ലിമിറ്റ് കൊടുത്തേ 0 to π/2. ഇവിടെ ഈ കോൺസ്റ്റന്റ് വന്നില്ലേ 1/2, അത് നിങ്ങൾ പുറത്തിറക്കി കേട്ടോ. കാരണം കോൺസ്റ്റന്റിന് നമ്മൾ ഈ ലിമിറ്റ് കൊടുക്കില്ലല്ലോ. എക്സ് ഉള്ളത് എവിടെയാണോ അവിടെയൊക്കെ അല്ലേ നിങ്ങൾ ഈ ലിമിറ്റ് കൊടുക്കുക, അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. അപ്പോൾ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പുറത്തിറക്കുക. അപ്പോൾ 1/2 ഇനി നിങ്ങൾ ലിമിറ്റ് കൊടുത്തോ sin 2 ഇൻറ്റു ഫസ്റ്റ് അപ്പർ ലിമിറ്റ് π/2, sin 2 ഇൻറ്റു π/2 മൈനസ് ഇനി അടുത്തത് എന്ത് കൊടുത്തോ? ലോവർ ലിമിറ്റ് 1/2 പുറത്തിടണേ, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൊത്തത്തിൽ ആ 1/2 ഉണ്ട് എല്ലാവർക്കും. സോ നോക്കിക്കേ, sin 2 ഇൻറ്റു അടുത്തത് കൊടുക്കേണ്ടത് 2x അല്ലേ, അപ്പോൾ sin 2 ഇൻറ്റു എക്സിന് പകരം 0 കൊടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ 2 2 നമുക്ക് ക്യാൻസൽ ചെയ്തൂടെ? ഈ 2 ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, sin π എന്നാ വരിക. അങ്ങനെയാണെങ്കിലടാ 1/2 ഇൻറ്റു sin π എന്ന് പറഞ്ഞാൽ എത്രയാ? വാട്ട് ഈസ് sin π? sin 180 അല്ലേ? sin π എന്ന് പറഞ്ഞാൽ 0 ആൻഡ് അടുത്തതുള്ളത് വരാൻ പോകുന്നത് sin 0. sin 0 എന്ന് പറഞ്ഞാലും 0. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, sin π 0 മൈനസ് sin 2 ഇൻറ്റു 0 sin 0 എന്ന് പറഞ്ഞാലും 0. അപ്പോൾ 1/2 ഇൻറ്റു 0 ആൻസർ എന്താ? 0. സിമ്പിൾ അല്ലേ? 0 മൈനസ് 0 0, 0 ഇൻറ്റു 1/2 0. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇൻ്റഗ്രൽ 4 to 5 e⁻x dx എങ്ങനെയാടാ ചെയ്യുക? വളരെ ഈസി ആയുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. 4 to 5 e⁻x dx. e⁻xന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ e⁻x തന്നെ ആൻഡ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക 4 5. സോ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് എക്സിന് പകരം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ e⁻5 മൈനസ് e⁻4 ഇതാണ് ആൻസർ. e⁻5 മൈനസ് e⁻4 ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 0 to 1 dx/1 + x². അതെന്താ? dx/1 + x², ഇൻ്റഗ്രൽ 1/1 + x² dx ആയിരുന്നെങ്കിൽ ആൻസർ എന്തായിരുന്നടാ? ദാറ്റ് ഈസ് tan ഇൻവേഴ്സ് x + c. ശരിയല്ലേ? tan ഇൻവേഴ്സ് x + c. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ എന്താ വരിക? 0 to 1 dx/1 + x². 1/1 + x² ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് x ആൻഡ് ലിമിറ്റ് കൊടുത്തേ 0 to 1. അപ്പോൾ എക്സ് ഉള്ളിടത്തൊക്കെ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുക. tan ഇൻവേഴ്സ് 1 മൈനസ് എന്ത് ചെയ്യണി? ലോവർ ലിമിറ്റ്, അതായത് tan ഇൻവേഴ്സ് 0. tan ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ tan എപ്പോഴാണ് 1 ആവുക? π/4. tan ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0. സോ π/4 മൈനസ് 0 ആൻസർ ഈസ് π/4. സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. റെഡി? നോക്കിക്കേ, ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന ഇൻ്റഗ്രേഷൻ. അതിൽ നമ്മൾ ഈ ലിമിറ്റ് മാറ്റി കൊടുത്ത് നമ്മൾ അതിന് വാല്യൂ കൊടുക്കുന്നേ ഉള്ളൂ. സോ പ്രശ്നമൊന്നുമില്ല. അടുത്ത നോക്കിക്കേ, 0 to π/2 x cos x dx. ഇവിടെ ഈ x cos x എന്ന് പറയുന്നതെടാ, നോക്കിക്കേ, എക്സ് ഒരു ഫംഗ്ഷൻ, കോസ് എക്സ് അടുത്ത ഫംഗ്ഷൻ. ഇത് ഏത് ഫോമിലാണ് നമ്മൾ ചെയ്യേണ്ടത്? പാർട്സ് യൂസ് ചെയ്തുകൊണ്ടല്ലേ? പാർട്സ് യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം നമ്മൾ പഠിച്ചതല്ലേ? രണ്ട് ഫംഗ്ഷൻ പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇതാ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ സെക്കൻഡ് മൈനസ് വലിയൊരു ഇൻ്റഗ്രൽ ഇട്ട് കൊടുക്കുക, d/dx ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ശരിയല്ലേ? സോ ഇതിന് മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഉള്ളതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സ് കോസ് എക്സിന് ചെയ്യണം, എന്നിട്ട് നമ്മൾ ആ ലിമിറ്റ് ഇട്ട് കൊടുത്താൽ മതി. സോ ആൻസർ നോക്കാം, 0 to π/2 എക്സ് കോസ് എക്സ് ഡി എക്സ്. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ നോക്കണം. ഐ ലേറ്റ് എ കഴിഞ്ഞിട്ടാണ് എ ഓൾജിബ്രായിക്ക് ട്രിഗണോമെട്രി എ കഴിഞ്ഞിട്ടാണ് ടി വരിക. അപ്പോൾ എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ. എക്സ് ഇൻറ്റു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് d/dx ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ്
സെക്കൻഡ്. ഇതിനെ മൊത്തത്തിൽ എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. സോ നോക്കിക്കേടാ, ഈസിയാണ്, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ എക്സ് ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്. ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്ലസ് സി ഒക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡെഫിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ആ സി ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് നമുക്ക് ബ്രാക്കറ്റിൽ ഇട്ടിട്ട് നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. സോ എക്സ് സൈൻ എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് എന്ന് പറഞ്ഞിട്ട് സൈൻ എക്സ് ആണ്. സൈൻ എക്സിന് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, മൈനസ് കോസ് എക്സ്. അപ്പം മൈനസ് കോസ് എക്സ് ശരിയല്ലേ. അപ്പം നോക്കിക്കുക, ആൻസർ എന്ന് പറഞ്ഞാൽ എക്സ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. ഇതാണ് ആൻസർ. ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ സി ഇട്ട് കൊടുക്കാത്തത്, കാരണം നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോവർ ലിമിറ്റും ഈ അപ്പർ ലിമിറ്റും ഇട്ട് കൊടുത്താൽ മതി. 0 to π/2 ഇത്രയേ ഉള്ളൂ. സിമ്പിളായുള്ള കാര്യമാണ്. ഇനി നിങ്ങൾ ആൻസറിലേക്ക് എത്തിക്കുക. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുത്തു, അതായത് π/2 സൈൻ π/2 പ്ലസ് കോസ് π/2 ഓക്കെ ആണ്. മൈനസ് ഇനി ഇതാ 0 കൊടുത്തോ. അപ്പോൾ 0 ഇൻറ്റു സൈൻ 0 പ്ലസ് എക്സിന് പകരമല്ലേ 0 കൊടുക്കുക. അപ്പോൾ അടുത്തത് കോസ് 0. അങ്ങനെയാണെങ്കിൽ ഇടാ ഇതാ ആൻസറായി. π/2 ഇൻറ്റു സൈൻ π/2. സൈൻ π/2 എന്ന് പറഞ്ഞാൽ 1 ആണ് ശരിയല്ലേ. സൈൻ π/2 1 ആണ്, കോസ് π/2 0 ആണ്. അറിയാവുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. സൈൻ π/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1 ആൻഡ് കോസ് π/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 0. ആൻഡ് അടുത്തത് അതേപോലെ കോസ് 0 ഉണ്ട്. കോസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും 0. സോറി, കോസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1, സൈൻ 0 ആണ് കേട്ടോ 0. സൈൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 0. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്താൽ വളരെ ഈസിയാണ്. 1 ഇൻറ്റു π/2 ഇൻറ്റു 1 ഇവിടെ എന്താ വരിക, π/2 എന്നാണ് വരിക ശരിയല്ലേ. പ്ലസ് ഇവിടെ എന്താ വരിക, കോസ് π/2 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ π/2 പ്ലസ് 0 മൈനസ് ഇവിടെ 0 വരും ആൻഡ് പ്ലസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കടാ, π/2 പ്ലസ് 0 π/2 തന്നെ. π/2 മൈനസ് 0 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ π/2 മൈനസ് 1. സോ ആൻസർ ഈസ് π/2 മൈനസ് 1. ഇതാണ് ആൻസർ. സിമ്പിൾ അല്ലേ, നോക്കിക്കേ, ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. റെഡി. അപ്പോൾ ഇവിടെ തന്നത് പാർട്സ് അല്ലേ. അപ്പോൾ പാർട്സ് തന്നിട്ടുണ്ടെങ്കിലും പാർട്സ് വെച്ച് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണെങ്കിലും നമ്മൾ ആൻസറിലേക്ക് എത്തുക. എന്നിട്ട് നിങ്ങൾ ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്താൽ മതി. ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെയാണ് സാർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവാലുവേറ്റ് 1 to 2 x/x+1 ഇൻറ്റു x+2 dx. ഇത് ഏത് ഫോർമുല, പാർഷ്യൽ ഫ്രാക്ഷൻ അല്ലേ നമ്മളിവിടെ അപ്ലൈ ചെയ്യുക അല്ലേ. ഫാക്ടേഴ്സ് ആയിട്ട് ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ, ഈ സെയിം ക്വസ്റ്റ്യൻ കണ്ടതാ. പക്ഷേ ഇവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്, ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഞാൻ ആദ്യം ഫംഗ്ഷൻ എന്ന് എടുക്കുക കേട്ടോ. ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x/x+1 ഇൻറ്റു x+2 ഈക്വൽ ടു പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ ഒരു ലീനിയർ അടുത്ത ലീനിയർ ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു, മറന്നു പോയിട്ടില്ല. കാരണം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ചതാണ്. ഇതൊരു ലീനിയർ ആൻഡ് ഇതൊരു ലീനിയർ. അപ്പോൾ 2 ലീനിയർ ആണ് വന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്, കോൺസ്റ്റൻറ്റ് ബൈ ഫസ്റ്റ് ലീനിയർ, കോൺസ്റ്റൻറ്റ് ബൈ ഫസ്റ്റ് ലീനിയർ, അതേപോലെ തന്നെ പ്ലസ് കോൺസ്റ്റൻറ്റ് ബൈ അടുത്ത ലീനിയർ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ശരിയാണോ നോക്കിക്കേ. ഇനി എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ബൈ, ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ വിത്ത് x+1 ഇൻറ്റു x+2 ശരിയല്ലേ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഡിനോമിനേറ്ററിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തം അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഇതാ. ഇവിടെ x+1 ഇൻറ്റു x+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്തു. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു, അപ്പോൾ ഈ ഒരു സംഭവം കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണേ. ഇവിടെ x+1 ഇൻറ്റു x+2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x+1 ക്യാൻസൽ ആൻഡ് x+2 കിട്ടുക. പ്ലസ് ബി ഇൻറ്റു ഇവിടെ x+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x+2 ക്യാൻസൽ ആൻഡ് യു വിൽ ഗെറ്റ് x+1. ശരിയല്ല നോക്കിക്കേ. ഇപ്പം ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. എൻ്റെയും ബീൻ്റെയും വാല്യൂ ഫൈൻഡ് ചെയ്തിട്ട് ഈ ഫംഗ്ഷന് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പകരം ഇത് കൊടുക്കണം. അപ്പോൾ എൻ്റെയും ബീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണ്ടേ. എൻ്റെയും ബീൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ ഈ ടേം 0 ആക്കിയാൽ മതി. ഈ ടേം 0 ആക്കണമെങ്കിൽ എക്സിന് പകരം -1 കൊടുത്താൽ മതി. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു -1. എക്സ് -1 ആവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ -1 വരും. ഇവിടെ a ഇൻറ്റു -1 + 2 എന്ന് വരും. പ്ലസ് ബി ഇൻറ്റു -1 + 1 എന്ന് വരും. ഇത് 0 ആയിപ്പോൾ ഇവിടെ -1 + 2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ കിട്ടും. എ ഈക്വൽ ടു -1 എന്ന് കിട്ടും. അതായത് എൻ്റെ വാല്യൂ ആയേ. അതേപോലെ തന്നെ ഇനി എന്ത് വേണം, ബീൻ്റെ വാല്യൂ വേണം. അതിന് ഈ എക്സിന് പകരം -2 കൊടുത്താൽ മതി. ഈ ടേം 0 ആയിപ്പോൾ. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു -2. എക്സ് -2 ആവുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ -2. ഇവിടെ എന്താ വരിക, എ ഇൻറ്റു -2 + 2 എന്ന് വരും. പ്ലസ് ബി ഇൻറ്റു -2 + 1 ശരിയല്ലേ നോക്കിക്കേ. ഈ ടേം 0 ആയിപ്പോൾ. അപ്പോൾ -2 ഈക്വൽ ടു ഇത് 0 ആയിപ്പോൾ എഴുതണ്ട. -2 + 1 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ -b. അപ്പോൾ നിങ്ങളുടെ ബീൻ്റെ ആൻസർ എന്താ, 2 ശരിയല്ലേ.
അപ്പോൾ ബിയും കിട്ടി, എയും കിട്ടി, ബിയും കിട്ടി. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ ഇതിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്യുക വിത്ത് ദിസ് ടേം, ശരിയല്ലേ? അപ്പോൾ അവിടെ എയും ബിയും കിട്ടിയിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രൽ 1 to 2 x/x+1 into x+2 dx. ഇതിനെ നിങ്ങൾ റീപ്ലേസ് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവുക, ഇൻ്റഗ്രൽ 1 to 2 അല്ലേ, ഇൻ്റഗ്രൽ 1 to 2 a/x+1. എൻ്റെ വാല്യൂ എത്ര കിട്ടിയത്? -1. അപ്പോൾ -1/x+1 അതേപോലെ തന്നെ പ്ലസ് b/x+2 അതായത് 2/x+2. ഇതാണ് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് ഈ -1 കോൺസ്റ്റൻ്റ് ആണ്, അത് ഞാൻ പുറത്തിറക്കി. -1 ഇവിടെ ബാക്കി ഉണ്ടാവുക ഒന്നുകൂടി അടിപൊളിയാക്കിയത് അല്ലേ, -1 പുറത്തിറക്കി ആൻഡ് 1/x+1 dx പ്ലസ് 2/x+2 2 കോൺസ്റ്റൻ്റ് അല്ലേ, അത് പുറത്തിറക്കി കൂടെ 1/x+2 dx. ഇവിടെയൊക്കെ ലിമിറ്റ് ഉണ്ട് കേട്ടോ സത്യത്തിൽ. ഈ 1 to 2 നിങ്ങൾ കൊടുക്കണം. ആൻഡ് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവിടെ ലാസ്റ്റ് മാത്രമേ അത് കൊടുക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഈ ലിമിറ്റ് ഉണ്ടെന്ന് എനിക്കറിയാം, ഞാനിവിടെ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ആൻസർ എഴുതുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ -1/x+1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? log mod x അല്ലേ. അപ്പോൾ log mod x+1 വരും. 1/x ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ log mod x. അപ്പോൾ -log x+1 2 into ഇവിടെ നിങ്ങൾക്ക് ആൻസർ കിട്ടും log mod x+2. ഇതൊന്ന് അടിപൊളിയാക്കി ചെയ്തിട്ടെ ഞാൻ. അപ്പോൾ അത് ഇങ്ങനെ കിട്ടും 2 log mod x+2 -log mod x+1. ഒന്നുകൂടി അടിപൊളിയാക്കി ചെയ്താൽ എടാ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഞാൻ വേണമെന്ന് പറഞ്ഞുതരാം. log a/b ആണെങ്കിൽ അത് b log a, ശരിയാണോ? അതേപോലെ തന്നെ log a/b ആണെങ്കിൽ അത് log a -log b ആ. ഓർമ്മ ഉണ്ടാവണേ. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഈ 2നെ ഈ x+2ൻ്റെ പവറിലേക്കാക്കി എഴുതാൻ പറ്റും. അപ്പോൾ log x+2 ഹോൾ സ്ക്വയർ എന്ന് വരും -log x+1. അപ്പോൾ നിങ്ങൾക്ക് ഇത് log a -log b എന്നാവും. അതായത് log a അതായത് x+2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ x+1 എന്ന് വരും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. മോഡുണ്ട്. സോ കഴിഞ്ഞിട്ടില്ല, ഇതാണ് നിങ്ങളുടെ ആൻസർ. പക്ഷേ നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ അല്ലേ, അപ്പോൾ നിങ്ങൾ ലിമിറ്റ് ഇട്ട് കൊടുത്തേ. ലിമിറ്റ് ഏതായിരുന്നു? 1 to 2. ഇനി ഈ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. വളരെ സിമ്പിളാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ x+2 ഹോൾ സ്ക്വയർ ബൈ x+1. ഫസ്റ്റ് 2 കൊടുത്തേ. 2 കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ log 2 കൊടുത്ത് നോക്കി. 2+2 എന്ന് പറഞ്ഞാൽ 4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻസർ കിട്ടുക log 16 ബൈ 2+1 എന്ന് പറയുമ്പോൾ 3. അപ്പോൾ log 16/3 മൈനസ് പിന്നെന്താ വരിക? ലോവർ ലിമിറ്റ് 1 കൊടുത്തേ. 1+2 എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ 9. അപ്പോൾ log 9 ഡിവൈഡഡ് ബൈ 1+1 എന്ന് പറയുമ്പോൾ 2. അപ്പോൾ log 9/2. ഇതിപ്പോൾ log a -log b ആയില്ലേ. അപ്പോൾ ആൻസർ എന്താ വരിക? log a/b. ഇങ്ങനെയല്ലേ കിട്ടേണ്ടത്, ശരിയല്ലേ? തല തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആൻസർ log 16/3 into 2/9 വരും. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. log of 16 into 2 32 ഡിവൈഡഡ് ബൈ 3 into 9 27. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആൻസർ. ഈസിയാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതാ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്ത് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ അങ്ങ് സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. റെഡി? അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും വരാം. ഡെഫിനിറ്റിൽ ഇൻഡെഫിനിറ്റ് പഠിച്ച ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും വരാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഉണ്ടെങ്കിൽ അത് ഡെഫിനിറ്റായി. റെഡി? സോ സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സാർ സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അവിടെ ചെറിയൊരു മാറ്റം വരുത്തണം. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഞാൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ട പ്രോബ്ലം ആണ്. ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് x5+1 നമ്മൾ t കൊടുത്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോവുകയാണ്. t = നോക്കിക്കേ, t = x5+1 ആൻഡ് dt എന്തായിരിക്കും കിട്ടുക? dt = x5നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 5x4 into dx എന്നല്ലേ ഉണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ ഈ കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്, ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിനെ മാറ്റി എഴുതാൻ പോവാണ്. ഇൻ്റഗ്രൽ 5x4 dxന് പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് dt ആണ്. ആൻഡ് x5+1 പകരം ഞാൻ കൊടുക്കാൻ പോകുന്നത് t ആണ്. അപ്പോൾ √t dt എന്ന് വരും. ഞാനിവിടെ ഈ -1 to 1 ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണോ? അല്ല. അതാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ലിമിറ്റ് നിങ്ങൾ എപ്പോഴും മാറ്റണം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഫംഗ്ഷനെ ഇപ്പോൾ ദാ t = x5+1 എന്നുള്ളത്, ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഇവിടെ തന്ന ലിമിറ്റ് ഫംഗ്ഷൻ എക്സിൻ്റെ ടേമിലാകുമ്പോഴതാണ്. അതായത് എക്സിൻ്റെ ലിമിറ്റാണ് -1 ഉം 1ഉം. അപ്പോൾ ഫംഗ്ഷൻ ഇപ്പോൾ നിങ്ങൾ ടീൻ്റെ ടേമിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ ടീൻ്റെ ലിമിറ്റ് വേണം. സോ നോക്കിക്കേ, x5+1 ആണ് t ഉള്ളത്. അതായത് x -1 ആകുന്ന കേസിൽ
എക്സ് -1 ആകുമ്പോൾ ടി ഈക്വൽ ടു ടി എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 5+1 ആണ്. അതായത് ടീൻ്റെ വാല്യൂ എക്സ് -1 ആകുമ്പോൾ -1 റൈസ് ടു 5+1 എന്ന് വരും. -1 റൈസ് ടു 5 -1ൻ്റെ പവറിൽ ഈവൻ ഓഡ് നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ -1 തന്നെയാണ് ആൻസർ. അപ്പോൾ -1 + 1 ദാറ്റ് ഈസ് 0. അങ്ങനെയാണ് ടീൻ്റെ വാല്യൂ എന്താ 0 ആണ്, പ്രശ്നമൊന്നുമില്ല. ഇനി എക്സ് അടുത്ത നോക്കിക്കേ, അപ്പർ ലിമിറ്റ് എന്താ 1. എക്സ് 1 ആകുന്ന കേസിൽ ടി ഈക്വൽ ടു എക്സ് റൈസ് ടു 5+1. എല്ലാ കേസിലും ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഇങ്ങനെ ആട്ടോ ചെയ്യേണ്ടത്. എക്സിന് പകരം 1 കൊടുത്താൽ 1 റൈസ് ടു 5+1 ആൻഡ് 1 + 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ടീൻ്റെ വാല്യൂ എന്താ 2. അതായത് എക്സ് -1 ആകുന്ന കേസിൽ ടി എന്ന് പറഞ്ഞിട്ട് 0 ആൻഡ് എക്സ് 1 ആകുന്ന കേസിൽ ടി എന്ന് പറഞ്ഞിട്ട് 2. ഇനി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കേടാ, റൂട്ട് ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും 2/3 ടി റൈസ് ടു 3/2. ശരിയല്ലേ? റൂട്ട് ടി ആണല്ലോ, റൂട്ട് എക്സ് ആണ്, 2/3 എക്സ് റൈസ് ടു 3/2. ലിമിറ്റ് കൊടുത്തോ 0 to 2. അങ്ങനെയാണെങ്കിലടാ കോൺസ്റ്റന്റ് പുറത്തുണ്ട്, അത് ഞാൻ പുറത്തിറക്കി. അപ്പോൾ 2/3. ടിക്ക് പകരം എക്സ് ആണെങ്കിലും ടി ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമല്ല. അവിടെ നിങ്ങൾ ടിക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ്. അപ്പോൾ 2 റൈസ് ടു 3/2 മൈനസ് 0 റൈസ് ടു 3/2 എന്ന് വന്നു. 0 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ 2/3 ഇൻറ്റു 2 റൈസ് ടു 3/2 എന്നാണ് വന്നത്. 2 റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 1/2 ഓൾ ക്യൂബ് എന്ന് എഴുതിക്കൂടെ. എ റൈസ് ടു എം ഓൾ റൈസ് ടു എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം എൻ ആ. അപ്പോൾ 1/2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3/2 ആ. ശരിയല്ലേ? അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇരുന്നതിന് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. അപ്പോൾ നോക്കിക്കേ, 2/3 2 റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ √2. അപ്പോൾ √2³ എന്ന് എഴുതാം. അതായത് √2³. അതെന്താ √2³ എന്ന് പറഞ്ഞാൽ? നോക്കിക്കോടാ, √2³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2 ഇൻറ്റു √2 ഇൻറ്റു √2 ആ. അതായത് √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ ആൻസർ വരും എന്താ 2√2 ആ. ശരിയല്ലേ? അങ്ങനെയാണ് ഞാൻ √2³ പകരം 2√2 എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 2/3 ഇൻറ്റു 2√2. സോ യുവർ ആൻസർ വിൽ ബി 2 ഇൻറ്റു 2 4. അപ്പോൾ 4√2 ബൈ ഡിനോമിനേറ്ററിൽ ഒരു 3. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണല്ലോ. ഇതൊക്കെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ്. റെഡി ആണല്ലോ? സിമ്പിൾ. സാർ അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ. സോ നോക്കിക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാ ഒരു ക്വസ്റ്റ്യൻ. ഇതാ നോക്കിക്കേ, ഇൻ്റഗ്രൽ tan ഇൻവേഴ്സ് എക്സ് ബൈ 1 + x². ഒരുപാട് കണ്ട ക്വസ്റ്റ്യൻ ആണ്. tan ഇൻവേഴ്സ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം 1/1 + x² ഉണ്ട്. അപ്പോൾ ടി ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് tan ഇൻവേഴ്സ് എക്സ്. tan ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dt ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1/1 + x². dt/dx അല്ല, ഈ dx ഇങ്ങോട്ട് വരുമ്പോൾ dx. അപ്പോൾ dx/1 + x² എന്ന് പറഞ്ഞാൽ dt ആണ്. t എന്ന് പറഞ്ഞാൽ tan ഇൻവേഴ്സ് എക്സാ. അപ്പോൾ നിങ്ങൾ കൊടുക്കുക ആൻഡ് tan ഇൻവേഴ്സ് എക്സിന് പകരം t എന്ന് കൊടുക്കുക. 1/1 + x² പകരം എന്ത് കൊടുക്കുക? dt എന്നും കൊടുക്കുക. സോ ലിമിറ്റ് വേണ്ടേ സാറേ? ലിമിറ്റ് വേണം. ലിമിറ്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ടി ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ അവിടുത്തെ എക്സിൻ്റെ ടേമിലാകുമ്പോൾ ലിമിറ്റ് 0 to 1 ആണ്. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ ടി ഈക്വൽ ടു tan ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ടി ഈക്വൽ ടു tan ഇൻവേഴ്സ് 0 എന്ന് വരും. tan 0 ആകുന്നത് എവിടെയാ? 0. അതേപോലെ തന്നെ എക്സ് 1 ആകുന്ന കേസിൽ എക്സ് 1 ആവുകയാണെങ്കിൽ ടി ഈക്വൽ ടു tan ഇൻവേഴ്സ് എന്താ സംഭവിക്കുക? tan ഇൻവേഴ്സ് 1 വരും. tan 1 ആവുന്നത് π/4ലാണ്. അതായത് നിങ്ങളുടെ ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? π/4. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും മാറ്റി കൊടുക്കണം. അപ്പോൾ ഇവിടെ 0 to 1 എന്നുള്ളത് 0. എക്സ് 0 ആകുമ്പോൾ ടി എന്താ? ടിയും 0. എക്സ് 1 ആകുമ്പോൾ ടി എന്താ? π/4. അങ്ങനെയാണ്. വളരെ സിമ്പിൾ അല്ലേ? എടാ നോക്ക്, ടി dt ടീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? t²/2. ശരിയല്ലേ? സോ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തോ. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 0, അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ π/4. അങ്ങനെയാണെങ്കിൽ 1/2 കോൺസ്റ്റന്റ് ഞാൻ പുറത്തിറക്കി. അപ്പോൾ നിങ്ങളുടെ ആൻസർ t² എന്ന് മാത്രമല്ല എവിടെ ഉണ്ടാവും? t². ടിക്ക് പകരം ഫസ്റ്റ് π/4 കൊടുത്തോ. π/4 ഹോൾ സ്ക്വയർ മൈനസ് പിന്നെ അടുത്തത് ടിക്ക് പകരം 0 കൊടുത്തോ. 0². സോ 1/2 പൈൻ്റെ സ്ക്വയർ π² ബൈ 4ൻ്റെ സ്ക്വയർ 4² എന്ന് പറഞ്ഞാൽ 16. ശരിയല്ലേ? -0. അങ്ങനെയാണ് π². ഈ π²/16 ഇൻറ്റു 1/2 എന്ന് വരും. അപ്പോൾ നിങ്ങളുടെ ആൻസർ എന്താ? π²/16 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 32. സോ സിമ്പിൾ. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. 3 മാർക്കൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. സിമ്പിളാണ്, ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, x dx/1 + x². ഇത് നിങ്ങൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഞാനൊരു 2 വെച്ച് കൊടുത്താൽ ഒരു 1/2 പുറത്തും കൊടുത്താൽ 1 + x². ഇത് ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് 2x. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചും ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്ത് കാണിച്ചു തരാം. ടി ഈക്വൽ ടു 1 + x² കൊടുത്തു. ടി ഈക്വൽ ടു 1 + x² ആണെങ്കിൽ വാട്ട് ഈസ് dt? dt എന്ന് പറഞ്ഞാൽ 1 + x². 1ൻ്റെ ഡെറിവേറ്റീവ് 0, x²ൻ്റെത് 2x. അപ്പോൾ 2x dx. അവിടെ x dx മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2നെ നമുക്ക് ഇങ്ങോട്ടേക്ക് എടുക്കാം. dt/2 = x dx. ഇതാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇനി നോക്കിക്കോ, ടി ഈക്വൽ ടു 1 + x². ടി 1 + x² ആകുമ്പോൾ നിങ്ങളുടെ ഇവിടെ എക്സിൻ്റെ ലിമിറ്റാണ് 2ഉം 3ഉം.
അപ്പോൾ എക്സ് 2 ആകുന്ന കേസിൽ ടി എന്ന് പറയുന്നത് 1 + x². അപ്പോൾ 1 + x² വിച്ച് മീൻസ് 1 + എക്സിന് പകരം 2 കൊടുത്താൽ 1 + 2², 1 + 4, 1 + 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5. അപ്പോൾ 5 ആണ് കൊടുക്കേണ്ടത്. ഇനി എക്സ് 3 ആകുന്ന കേസിൽ എക്സ് 3 ആകുമ്പോൾ ടി ഈക്വൽ ടു 1 + x², അതായത് 1 + x² എന്ന് പറയുമ്പോൾ 1 + 3². 3² എന്ന് പറഞ്ഞാൽ 9, 1 + 9 എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ ടീൻ്റെ വാല്യൂ എന്താ? 10. അപ്പോൾ അത് രണ്ടും നിങ്ങളൊന്ന് അവിടെ മാറ്റി കൊടുത്തേ. സോ ഈസിയാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ 2 to 3 ആണോ ഞാൻ കൊടുക്കേണ്ടത്? ആണോ? അല്ല, എക്സ് ഡി എക്സ് ബൈ 1 + x² 2 to 3 ഇവിടെ നിങ്ങൾ മാറ്റിയിട്ട് എക്സ് ഡി എക്സിന് പകരം dt/2 എന്ന് കൊടുക്കാം. dt/2 ഓൾ ഡിവൈഡഡ് ബൈ 1 + x² പകരം ടി എന്ന് കൊടുക്കാം. അതും പ്രശ്നമല്ല. ആൻഡ് നിങ്ങളുടെ ടീൻ്റെ ലിമിറ്റ് 5 to 10 ആണ്. 5 to 10. എടാ ഈ 1/2 കോൺസ്റ്റൻ്റ് അല്ലേ? ആ 1/2 കോൺസ്റ്റൻ്റ് ഞാൻ പുറത്തിറക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുക dt/t മാത്രമാണ്. dt/t ആൻഡ് നിങ്ങളുടെ ലോവർ ലിമിറ്റ് 5, അപ്പർ ലിമിറ്റ് 10. സോ ആൻസർ എന്ന് പറയുന്നത് 1/2. 1/t ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ലോഗ് മോഡ് ടി. അപ്പോൾ ലോഗ് മോഡ് ടി ആൻഡ് നിങ്ങൾ അതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തേ. 1/2 ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്. സോറി, ഇൻ്റഗ്രൽ കോൺസ്റ്റൻ്റ് അല്ല, 1/2 കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമുക്ക് ഇൻ്റഗ്രൽ കോൺസ്റ്റൻറ്റ് ഇല്ലല്ലോ. സോ 5 to 10 കൊടുക്കുക. ഈസി. ആൻസർ എന്തായിരിക്കും? 1/2. ഇതാ നോക്കിക്കേ, ടിക്ക് പകരം ആദ്യം നിങ്ങൾ 10 കൊടുത്തേ. അപ്പം ലോഗ് 10. മോഡ് 10 എന്ന് പറഞ്ഞാൽ എന്താ? 10 മൈനസ് പിന്നെ എന്ത് കൊടുത്തേ? ദാ ഈ 5 കൊടുത്തോ. അപ്പം ലോഗ് മോഡ് 5 എന്ന് പറഞ്ഞാൽ 5 തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ഫോമിലായി ലോഗ് എ മൈനസ് ലോഗ് ബി ആണെങ്കിൽ അത് നമുക്ക് ലോഗ് a/b എന്ന് എഴുതാം. അപ്പോൾ ലോഗ് 10/5 ആണ്. 10/5 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പോൾ 1/2 ലോഗ് 2. ഇതാണ് ആൻസർ. വേണമെങ്കിൽ ഈ 1/2നെ 2ൻ്റെ പവറിലാക്കിയിട്ട് ലോഗ് 2/1/2, അതായത് 2/1/2 എന്ന് പറഞ്ഞാൽ എന്താ? √2. ലോഗ് √2 എന്ന് എഴുതുന്നതിനും തെറ്റൊന്നുമില്ല. ഇത്ര മതി, ആൻസർ കറക്റ്റാണ്. റെഡി? ഓക്കെ അല്ലേ? നോക്കിക്കേ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാലോ. സോ ഇൻ്റഗ്രൽ 1 to e എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ കേട്ടോ. 1/x × 1 + log x the whole square. ഞാൻ പറഞ്ഞിട്ടുണ്ട് log xും 1/x ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ log xൻ്റെ ഡെറിവേറ്റീവ് 1/x. അപ്പോൾ നിങ്ങൾ log xന് t എന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ log xന് t എന്ന് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ഇവിടെ ഒരു 1 + log x ഉണ്ട്. അപ്പോൾ 1 അവിടെ വെറുതെ ആവും. അപ്പോൾ 1 + log xന് പകരം t കൊടുത്തോ. 1 + log x = t. സോ അങ്ങനെയാണെങ്കിലടാ 1 + log x t ആണെങ്കിൽ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 1ൻ്റെത് 0, log xൻ്റെത് 1/x. അപ്പോൾ 1/x dx = dt എന്ന് കിട്ടും. ശരിയാണോ? നോക്കിക്കേടാ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഉള്ളത് നമുക്ക് മാറ്റി ചെയ്താൽ ഇൻ്റഗ്രൽ 1 to e 1/x × dx 1 + log x the whole square. ഇത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ആൻഡ് ഞാൻ മാറ്റി എഴുതുമ്പോൾ ഈ ലിമിറ്റുകൾ മാറ്റണ്ടേ? അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് 1 + log x ആ ടി എന്ന് പറഞ്ഞാൽ. ആൻഡ് നിങ്ങളുടെ എക്സിൻ്റെ ലിമിറ്റ് 1ഉം e ആ. അപ്പോൾ എക്സ് 1 ആകുന്ന കേസിൽ എക്സ് 1 ആകുമ്പോൾ നിങ്ങളുടെ ഈ ടീൻ്റെ ലിമിറ്റ് എന്താവും നോക്കാം. 1 + log x അല്ലേ? അപ്പോൾ 1 + log x = t. അപ്പോൾ അതാ നോക്കിക്കേ, t = 1 + log 1. എടാ log 1 എന്ന് പറഞ്ഞാൽ 0 ആട്ടോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ 1 + 0 എന്നാണ് കിട്ടുക. അപ്പോൾ ടീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1. സിമ്പിൾ സാർ. ഇനി അടുത്തത് എക്സ് ഇ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ. അപ്പോൾ എക്സ് ഇ ആകുന്ന കേസിൽ t = 1 + log e എന്നാണ് വരിക, കാരണം log x അല്ലേ? log e. എടാ log e എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആണ്, അറിയാവുന്നതല്ലേ? log e 1 ആണ്, log 1 0 ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻസർ t = 1 + 1. അപ്പോൾ അതറിയാവുന്നതെന്നാണ് കേട്ടോ എൻ്റെ പ്രതീക്ഷ. വേണമെങ്കിൽ ഞാൻ സൈഡിൽ എഴുതി വെക്കാം. ലോഗ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 ആണ്, ലോഗ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 0 ആണ്. ഓക്കെ, റെഡി? സോ അങ്ങനെയാണെങ്കിൽ 1 + 1 എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പോൾ ടീൻ്റെ വാല്യൂ 2. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത് 1 to 2. അങ്ങനെയാണെങ്കിൽ 1/x dxന് പകരം dt. ഓക്കെ, dt ഡിവൈഡഡ് ബൈ 1 + log xന് പകരം t. അപ്പോൾ t², കാരണം 1 + log x the whole square. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടാ, ഇൻ്റഗ്രൽ 1/x² ആണെങ്കിൽ ആൻസർ എന്തായിരുന്നു? -1/x അല്ലേ? ഓർമ്മയുണ്ടോ? ഇൻ്റഗ്രൽ 1/x² dx = -1/x. അപ്പോൾ ഇൻ്റഗ്രൽ dt/t² ആണെങ്കിൽ -1/t. അപ്പോൾ ഇതാണ് ആൻസർ. ആൻഡ് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തേ = 1 to 2. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1/2 മൈനസ് ആൻഡ് ലോവർ ലിമിറ്റ് -1/1.
ഈസി അല്ലേ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ടിക്ക് പകരമാണ് കൊടുക്കുന്നത്. സോ യുവർ ആൻസർ വിൽ ബി -1/2 മൈനസും പ്ലസ് ആവും. അപ്പോൾ +1. സോ -1/2 +1 എന്താ വരിക? 1/2. ഈസിയാണ്, സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം എക്സിനനുസരിച്ച് ടീൻ്റെ ലിമിറ്റ് കൂടി നിങ്ങൾ മാറ്റി കൊടുക്കണം. ഓക്കെ, റെഡി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലാസ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ഈ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ പ്രോപ്പർട്ടീസാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടിട്ട് ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, വളരെ അടിപൊളിയായിട്ട് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതാ നോക്കിക്കേ, ഇത് നിങ്ങൾക്കുള്ള വർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രൈ ചെയ്യുക കേട്ടോ. റെഡി? പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്പെടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ നിങ്ങൾ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.